കോടതിയെ പരിഹസിക്കാൻ നടത്തിയ നീക്കത്തിന് കൃത്യമായ മറുപടി കൊടുക്കുകയും ജയിലിലിട്ട് വിചാരണ ചെയ്യുന്നത് കാണിച്ചു തരണമെന്ന് ചോദിക്കുകയും ചെയ്തതോടെ സമ്പൂർണ്ണമായി ബോബി ചെമ്മണ്ണൂർ കീഴടങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോരാ, അത് നടന്നാൽ ഏത് കൊമ്പനും ആ കൊമ്പ് കുത്തും എന്ന് മനസ്സിലാക്കണോ നമ്മൾ? ഈ വിഷയത്തിൽ നിയമം അതിൻ്റെ നടപടിക്രമങ്ങൾ വാസ്തവത്തിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂർ ചെയ്ത വളരെ നികൃഷ്ടമായ പരാമർശങ്ങൾക്കും ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും ഔട്ട്റേജിങ് മോഡസ്റ്റി എന്ന് പറയുന്ന സ്ത്രീകളുടെ മോഡസ്റ്റിയെ, അവരുടെ മാന്യതയെ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും അശ്ലീലമായ പദപ്രയോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള നിയമ നടപടികൾ വാസ്തവത്തിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ അയാളെ അതിൻ്റെ പേരിൽ പരാതി കൊടുക്കുകയും അയാളെ അതിന് അറസ്റ്റ് ചെയ്യുകയും അയാൾക്ക് അതിനുശേഷം ആ ഒരു കാലയളവ് കഴിഞ്ഞ് ജാമ്യം കിട്ടുകയുമാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇത്തരത്തിലൊരാൾ അയാളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അയാളുടെ ധനിക ഹുങ്കടക്കമുള്ള ഒരു ധനാഢ്യൻ്റെ എല്ലാവിധത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റലും ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട്, ഒരു പുരുഷാധികാര വ്യവസ്ഥയുടെ അധികാര ഹുങ്കിൻ്റെ കൂടി പ്രതീകമായി നിന്നുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളടക്കമുള്ള ഔട്ട്റേജിങ് മോഡസ്റ്റി അടക്കമുള്ള ഇത്തരം നിയമവിരുദ്ധം കൂടിയായ കാര്യങ്ങൾക്ക് ശിക്ഷ കിട്ടുമോ, അതിലയാൾ ശിക്ഷിക്കപ്പെടുമോ, അതൊരു മാതൃകാ വിധികൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നടന്നത് ഒരു ബെയിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയും അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളുമാണ്. അതിനെ കുറെ കൂടി നാടകീയമാക്കുന്ന അയാളുടെ പതിവ് പരിപാടികളും ഒക്കെ നടന്നു. ആ നാടകീയമാക്കാനുള്ള നിയമവ്യവസ്ഥയെയും കോടതിയെയും തൻ്റെ നാടകത്തിലെ കഥാപാത്രങ്ങളാക്കി കൊണ്ട് കളിക്കാനുള്ള ആ നാടകത്തിനെ കോടതി കർക്കശമായി നേരിട്ടു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഒരു ബെയിൽ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മെറിറ്റിലേക്കൊന്നും കോടതികൾ സാധാരണ കടക്കാറില്ല. കടന്നാൽ തന്നെയും അത് വിധിയെ ബാധിക്കുന്ന ഒന്നായി സാധാരണ വരാറുമില്ല. ഈ വിഷയത്തിലുള്ള നമ്മൾ ഞാൻ കാണുന്ന പുരോഗമനപരം എന്ന് പറയുന്നത് അതിലെ ആശാസ്യവും ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്നതുമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഔട്ട്റേജിങ് മോഡസ്റ്റി മാത്രമല്ല, സ്ത്രീത്വത്തെയും സ്ത്രീകളുടെ സാമൂഹ്യ നിലയെയും ഒരു പുരുഷാധികാര വ്യവസ്ഥയിലെ ഒരു ധനികൻ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു വ്യവസായിയായ ഒരാൾ നിന്നുകൊണ്ട് തൻ്റെ പരിപാടികളുടെ മോഡലായിട്ടോ അല്ലെങ്കിൽ തൻ്റെ പരിപാടികളുടെ ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന സ്ത്രീകളെ തൻ്റെ കയ്യിലുള്ള താൻ വിലയ്ക്ക് വാങ്ങിയ ചരക്കുകളെ പോലെ, കമ്മോഡിറ്റിയെ പോലെ ഉപയോഗിക്കാൻ തനിക്ക് പറ്റുമെന്നും അത് തനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുമുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധനിക പുരുഷാധികാര ഹുങ്കിനെതിരെ നടന്ന ഒരു സമരത്തിൻ്റെ ഭാഗമായാണ് ഇത് നമ്മൾ കാണേണ്ടതെന്ന് ഞാൻ കരുതുന്നു. ആ സമരത്തിനെ കോടതികളുടെ ആദ്യ നടപടിക്രമങ്ങളിൽ കോടതികൾ നിരുത്സാഹപ്പെടുത്തിയില്ല എന്നത് തന്നെ മോശമല്ലാത്തൊരു കാര്യമാണ്. കാരണം കോടതികൾ പോലും ഇത്തരത്തിലുള്ളൊരു മാട്രിക്സിൻ്റെ, ഇത്തരത്തിലുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോടതികളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ വളരെ അനുകൂലമായ നടപടികൾ ചിലപ്പോൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തരം ഒരു കാര്യത്തിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ബോധം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന ആളുകളൊക്കെ പറയുന്നത് പൊതുവെ ആളുകളൊക്കെ ഞങ്ങളുടെ ഒപ്പമാണെന്നാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള ഈ ആണധികാര വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെയാണ് സംസാരിക്കുക. അവർ ബോബി ചെമ്മണ്ണൂരിനോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ കോടതി വിധി നല്ലതാണ്, നമ്മൾ കോടതിയെ മാനിക്കുന്നു. അതേസമയം ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള മട്ടിലാണ് സംസാരിക്കുക. ഇത്തരത്തിലുള്ള വാചാടോപങ്ങൾക്കും തട്ടിപ്പുകൾക്കും ഒന്നും നിന്നുകൊടുക്കാത്ത വിധത്തിൽ ഒരു പുരോഗമനപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ കോടതി നടപടികളുടെ ഈ പ്രാരംഭ നടപടികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കോടതി എടുത്ത നിലപാടുകൾ മാതൃകാപരമാണ്. ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഞാൻ അടുത്ത റൗണ്ട്